ഇവിടുന്ന് ചെറുതായിട്ടൊന്ന് കാല് തെറ്റിക്കഴിഞ്ഞാൽ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ ദുഃഖിക്കേണ്ട വരും. ഇത് വെക്കാനുള്ള പാൻ എടുത്തിട്ടുണ്ട്. ഇത് കാറ്റടിച്ച് പോയായിരുന്നാൽ മതിയായിരുന്നു. നമസ്കാരം, വൺ ഡേയ്സ് ഓഫ് എർത്ത് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലെയാണ്, നല്ല രീതിയിലുള്ള തണുപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുന്നത്. ഏകദേശം 6:30 മണി ആയിരിക്കുകയാണ് രാവിലെ. അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെ നിന്നാണ് ഈ ഒരു വ്ലോഗ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ കേരളക്കാർക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരു ഗ്ലാസ് കടുങ്കാപ്പിയോ ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് കട്ടൻ ചായയോ ഒക്കെ കുടിക്കുക എന്നുള്ളത്. അത് നമ്മുടെ മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ സാധിക്കാത്തതായിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മളും ആണെങ്കിലും നോർമലി രാവിലെ എണീക്കുമ്പോഴത്തേന് ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കുടിക്കുക എന്നുള്ളതും നമ്മുടെ ഒരു ശീലമായിട്ട് തന്നെ മാറിയിരിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് വ്യത്യസ്തമായിട്ട് ഇന്നത്തെ ഒരു കാപ്പി കുടിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ എങ്ങനെയാണ് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാപ്പി കുടിക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്ന സമയത്താണ് നമ്മൾ പുതിയതായിട്ടൊരു ഗ്യാസ് സ്റ്റവ് മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് ആവശ്യമായിട്ടുള്ളൊരു മെയിനായിട്ടുള്ളൊരു ഘടകമാണ് ഈ ഒരു ഗ്യാസ് സ്റ്റവ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഗ്യാസ് സ്റ്റവ് മേടിച്ചതിന് ശേഷം നമ്മളതൊന്ന് എങ്ങനെയൊക്കെ ഒന്ന് യൂസ് ചെയ്യുക, ചെറുതായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ അതിനെ യൂസ്ഫുൾ ആക്കുന്ന രീതിയിൽ ചെയ്യണമെന്ന് ആലോചിച്ചിങ്ങനെ ഇരുന്നപ്പോഴാണ് എന്നാൽ പിന്നെ നമുക്ക് ഒന്നും നോക്കണ്ട, രാവിലെ തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അർജുനൻ മലയിലേക്ക് ഒന്ന് കയറിയിട്ട് ആ മലയിൽ പോയി ഒരു ഗ്ലാസ് കടുങ്കാപ്പിയോ ഇട്ട് കുടിക്കാം എന്ന് വിചാരിച്ചാണ് ഇന്നത്തെ ഈ ഒരു വ്ലോഗ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ മുമ്പിൽ നമ്മുടെ ചെറുക്കനെ ഓൾറെഡി വണ്ടിയെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. വണ്ടിക്കകത്ത് ഓൾറെഡി ഗ്യാസ് സ്റ്റോവ് സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന മല എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് അർജുനൻ മല. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 400 മീറ്റർ മേളോട്ട് കയറിപ്പോയാൽ മാത്രമാണ് ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് നമുക്ക് ആദ്യം എത്താൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അപ്പോൾ അതാണ് കൊണ്ട് നമ്മുടെ വണ്ടിയിൽ പോയിട്ട് അവിടെ നിന്ന് മേളോട്ട് നടന്നു പോകാമെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. സോ ബാക്കി സാധനങ്ങളെല്ലാം നമ്മുടെ ഈ കാണുന്ന ബാഗിൻ്റെ അകത്താണ് വെച്ചേക്കുന്നത്. അത് വെക്കാനുള്ള പാനും അതുപോലെ തന്നെ കാപ്പിപ്പൊടിയും സംഭവങ്ങളെല്ലാം വെച്ചേക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ രാവിലെ നല്ല അടിപൊളി ചൂടുള്ള ഒരു കടുങ്കാപ്പി കുടിക്കാൻ വേണ്ടി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അർജുനൻ മലയിലേക്ക്. വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ യാത്ര നേരെ നമ്മുടെ ലക്ഷ്യമായ അർജുനൻ മലയിലേക്ക് വിട്ടേക്കാം. രാവിലെ തന്നെ ആ തണുത്ത കാറ്റും അതുപോലെ തന്നെ ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ നോക്കുമ്പോഴത്തേക്കിന് എന്താ ഫീൽ എന്നറിയാം. ഒരു രക്ഷയില്ലാത്തൊരു ആംബിയൻസ് ആണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോഴത്തേക്കിന് കിട്ടുന്നത്. നല്ല രീതിയിലുള്ള കാറ്റുണ്ട്, അതുപോലെ തന്നെ നല്ല പച്ചപ്പാണ്, ഫുൾ ഏരിയ പച്ചപ്പാണ്. മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. നല്ല രീതിയിൽ തന്നെ കാർമേഘം കയറി കിടപ്പുണ്ട്. ഒരുപക്ഷെ മഴ പെയ്യാം. അതിന് മുമ്പ് നമ്മൾ പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങൾ ചെയ്തിട്ട് വേഗം ഇറങ്ങാമെന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ ഒരു വ്ലോഗ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ചെറുക്കനെ ഇവിടെ ഇട്ടിട്ടുണ്ട്, വണ്ടി ലോക്കൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗ്യാസ് സ്റ്റവ് നമുക്ക് പിടിച്ചുകൊണ്ട് വരാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. അപ്പം നമ്മളിത് ഈ കാണുന്ന വഴിയിൽ കൂടെ വേണം ഇനി മേളിലോട്ട് യാത്ര ചെയ്യാനായിട്ട്. ഇതിനി അങ്ങോട്ട് നടപ്പാത മാത്രമേ ഉള്ളൂ, ഇനി വണ്ടിയൊന്നും കയറി പോകത്തില്ല. നമ്മൾ കയറി ചെല്ലാൻ പോകുന്ന ഭാഗം തൊട്ട് തന്നെ പാറകളാണ് ഇനി കാണാൻ വേണ്ടി സാധിക്കുക. ഇനി നമുക്ക് അങ്ങോട്ട് നല്ല ടാസ്ക്കാണ്, കാരണം ഇനി നമ്മൾ കയറുന്ന ഓരോ സ്റ്റെപ്പും നല്ല രീതിയിൽ കയറ്റമായിരിക്കും. അപ്പോൾ അതാണ് കൊണ്ട് നല്ല ബ്രീത്തിങ് ഇഷ്യൂസൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പം എന്തായാലും നമ്മുടെ ആഗ്രഹം സാധിക്കണമെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങിത്തിരിക്കണം. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ചെറിയ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ തന്നെ ഇറങ്ങിത്തിരിക്കണം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇനി ഈ കാണുന്ന ചെറിയ കുറുക്ക് വഴിയിൽ കൂടെയൊക്കെ കയറി വേണം നമ്മുടെ ലക്ഷ്യസ്ഥാനമായ മലയിലേക്ക് എത്താനായിട്ട്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മലയിൽ മഴയൊക്കെ പെയ്തപ്പോഴത്തേക്കിന് പുല്ലെല്ലാം നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. അതാണ് കൊണ്ട് അട്ടയുടെ ശല്യം കാണും. നമ്മുടെ അത്രത്തോളം നമ്മുടെ വലിപ്പത്തിൽ തന്നെയാണ് ഈ ഒരു പുല്ലും വളർന്നു നിൽക്കുന്നത്. അതാണ് കൊണ്ട് നമ്മുടെ നടപ്പാത കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇത്തിരി ടാസ്ക്കുള്ള സംഭവമാണ്. ഒരു പാറ ഇരിക്കുന്നതിലേക്ക് ഏത് നിമിഷവും അടന്ന് താഴെ പോകാവുന്ന രീതിയിലാണ് ആ ഒരു പാറ ഇരിക്കുന്നതിലേക്ക് ഒരു പീസ് വെട്ടിയിരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ടോ. അയ്യോ, കുറച്ച് കറിയപ്പിളേ, അയ്യോ ശ്വാസമൊന്നും കിട്ടുന്നില്ല, കഥയ്ക്കാൻ വേണ്ടി തുടങ്ങി. പക്ഷേ എൻ്റെ പുറകോട്ട് നോക്കി, എന്താ വ്യൂ നോക്കി. അപ്പോൾ ഈ ഒരു മലയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? 4 ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് മലകളാണ്. അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു ഭാഗം ആലമ്പള്ളിയാണ്. ആലമ്പള്ളി എസ്റ്റേറ്റും അതിൽ തേയിലക്കാടുകളൊക്കെയാണ് കാണാൻ വേണ്ടി സാധിക്കുക. അതിനുശേഷം ഈ ഒരു മലയുടെ ഓപ്പോസിറ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ പശുപ്പാറ പ്രദേശമാണ് കാണാൻ വേണ്ടി സാധിക്കുക. പിന്നെ ഈ മലയുടെ
ഈ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ മലയപ്പുതൽ അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. ഇപ്പോൾ ഒക്കെ പശുക്കളുണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് വിട്ടാണ്ടല്ലോ മെയിനായിട്ട് നല്ല സംഭവം കേട്ടോ. അയ്യോ, പിന്നെ വഴി ഞാൻ പറഞ്ഞില്ലേ, പുല്ല് നല്ല രീതിയിൽ വളർന്നു നിൽക്കുന്നുണ്ട്. വഴി ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര ടാസ്ക്കാണ്. ഈ ഒരു പ്രദേശത്തൊക്കെ പുല്ല് കുറച്ച് കുറവാണ്. പക്ഷേ ഇവിടെയൊക്കെ ഈ പശുക്കളെയൊക്കെ മേയ്ക്കാൻ വരുന്നതുകൊണ്ട് മഴ പെയ്ത് കിടക്കുന്ന സമയത്ത് മണ്ണെല്ലാം ഈ പശുവിൻ്റെ കാല് ചവിട്ടി നല്ല രീതിയിൽ കുഴിയായിട്ട് കിടക്കും. നമ്മൾ സൂക്ഷിച്ച് കയറി പോയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ നമ്മുടെ കാലെല്ലാം വീണ് കാല് മടങ്ങി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു തുറന്ന പ്രദേശത്തേക്കാണ് വന്നിരിക്കുന്നത്. ഒരു മലയുടെ പകുതി പോലും ആയിട്ടില്ല നമ്മൾ കയറി. ഇവിടെ നിന്ന് തന്നെ ഉള്ളൊരു വ്യൂ കണ്ടോ, ഫുള്ള് മലകളാണ്, ഗ്രീനറിയാണ് ഈ ഒരു പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും മെയിൻ ഹൈലൈറ്റ്സ് ആയിട്ടുള്ളത്. എൻ്റെ പൊക്കത്തിലാണ് ഈ ചിത്തീന്തും അതുപോലെ തന്നെ ഈ പുല്ലൊക്കെ വളർന്നു നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നോക്കിപ്പോയില്ലെങ്കിൽ പുല്ലിൻ്റെ സൈഡൊക്കെ നമ്മുടെ കഴുത്തിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ വലിക്കുകയെല്ലാം ചെയ്താണ്ടല്ലോ. എൻ്റെ പൊന്നോ, ബ്ലേഡ് കൊള്ളുന്ന പോലെ കത്തി കൊള്ളുന്ന പോലെ ഒന്നുമല്ല, അതിൽ റിസ്ക് പിടിച്ച സംഭവമാണ്. സൂക്ഷിച്ച് പോയില്ലെങ്കിൽ ദുഃഖിക്കേണ്ട വരും. എന്നിട്ട് പയ്യെ നമുക്ക് നോക്കി പോകാം. ഇതേപോലത്തെ ഭയങ്കര ഉള്ള പാറകളും യാത്രയിൽ കൂടെയൊക്കെ കയറി വേണം അവിടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനായിട്ട്. ഓ ഗൈസ്, ഇനിയാണ് വലിയൊരു ടാസ്ക് ഉള്ളത്. നമ്മൾ ഇത്ര നേരം ഈ ഒരു മലയുടെ സൈഡിൽ കൂടെയാണ് നടന്നു വന്നുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് സൈഡിൽ കൂടെ നടന്നു പോകാൻ വേണ്ടി സാധിക്കില്ല, കാരണം ഇതിവിടെ കൊണ്ട് സ്റ്റോപ്പായി. ഇനി നമുക്ക് പോകേണ്ടത് ഈ ഒരു വഴിയിൽ കൂടെ ഇങ്ങനെ കയറി അങ്ങ് മേള് വരെ എത്തണം. ഓ, ടാസ്ക്കുള്ള പരിപാടിയാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ മേളിൽ ചെന്നിട്ട് കാണാം. നമ്മളിപ്പോൾ ഒന്നാമത്തെ ലാൻഡ്മാർക്കിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഈ മേലോട്ട് കയറി വരുമ്പോൾ വരുന്ന സ്ഥലം കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടി ഈ കാണുന്ന കുരിശ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇതേപോലെ ചെറിയ ചെറിയ കുരിശുകളും പിന്നെ അങ്ങ് ദൂരെ മേളിൽ എത്തുമ്പോൾ ഒരു വലിയ കുരിശ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അയ്യോ, ഇവിടുന്ന് ചെറുതായിട്ടൊന്ന് കാല് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എവിടെ കിടക്കുമെന്നറിയോ? ഇത് ആ കാണുന്ന അങ്ങ് കുഴിയിലോട്ട് കിടക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു പാറയിലോട്ടാണ് കേട്ടോ വരുന്നത്. നല്ല കാറ്റാട്ടോ. അയ്യോ, ഇത്ര നേരം കയറി നമ്മൾ ചൂടുണ്ടായിരുന്നേ. കയറി കാറ്റടിച്ചപ്പോഴത്തേക്ക് നല്ല സുഖം. ക്യാമറ കാണുന്നില്ലല്ലോ കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഡീപ്പായിട്ടുള്ള കൊക്കയാണ്. ഇവിടെ നിന്ന് ഒരു കാല് തെറ്റി താഴെ പോയാൽ അങ്ങ് താഴെ നിന്നൊക്കെ പിറക്കെടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഇത്ര നേരം വന്നതും കണ്ടതുമായിട്ടുള്ള വഴി എന്ന് പറയാനായിട്ടുള്ളത് ആലമ്പള്ളിയാണ്. ഇനി നമ്മൾ നേരെ കാണുന്നതാണ് പശുപ്പാറ AVT എസ്റ്റേറ്റാണ്. AVT എസ്റ്റേറ്റിൻ്റെ ഹൃദയഭാഗമായിട്ട് നിൽക്കുന്ന ഒരു മലയാണ് ഈ ഒരു അർജുനൻ മല. അർജുനൻ മലയുടെ ഹൃദയഭാഗമായിട്ട് നിൽക്കുന്ന സ്ഥലമാണ് ഈ കാണുന്ന AVT എസ്റ്റേറ്റ്. അപ്പോൾ അങ്ങേ ദൂരെ കുറേ വഴിയൊക്കെ കാണുന്നുണ്ടോ? ആ വഴിയാണ് നമുക്ക് വാഗമണ് പോകുന്ന മെയിൻ ഹൈവേ ആണ് ആ കാണുന്ന വഴിയെന്ന് പറയാനായിട്ടുള്ളത്. ഈ കാണുന്ന വലിയൊരു മരമാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു ഗുഹയുണ്ട് കേട്ടോ. അതിലിപ്പോൾ നമുക്ക് കയറാൻ വേണ്ടി പറ്റത്തില്ല. ഈ കാണുന്ന ഗ്യാപ്പിൻ്റെ അകത്തൊരു ഗുഹയുണ്ട്. ആ ഗുഹയ്ക്കകത്ത് പണ്ട് മനുഷ്യന്മാർ താമസിച്ചിട്ടാണ് പറയപ്പെടുന്നത്. വ്യക്തമായിട്ടുള്ള കാര്യം നമുക്കും അറിയത്തില്ല. ഞാൻ ഒറ്റ പ്രാവശ്യം അതിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് എസ്റ്റേറ്റിൻ്റെ ലയങ്ങളാണ് കേട്ടോ ആൾക്കാർ താമസിക്കുന്നത്. ഇതേപോലെയുള്ള ഒരു ലയത്തിലാണ് ഞങ്ങൾ താമസിച്ചത്. അതിനുശേഷമാണ് ഞങ്ങൾ ആ ഭാഗത്ത് പോയി ഒരു വീട് വെച്ചത്. ഒരു നീല ഷീറ്റ് ഇട്ടേക്കുന്നത് കണ്ടോ, അതാണ് ഞങ്ങൾ താമസിച്ച ലയം കേട്ടോ. ഗൈസ്, നല്ല ചൂട്, ആവി എടുക്കുന്നു. അപ്പോൾ ഞാനങ്ങ് ജാക്കറ്റൊക്കെ ഊരി നല്ല കാറ്റടിക്കുമ്പോഴത്തേന് എന്താ സുഖം എന്നറിയാം. ഒരു രക്ഷയില്ലാത്ത ഒരു ആംബിയൻസ് ആണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴത്തേക്കിന് ഇരിക്കുമ്പോഴത്തേക്കിനൊക്കെ കാണാൻ സാധിക്കുക. അപ്പം നമ്മൾ എന്തിനാണ് വന്നത്, നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു, അതിപ്പോൾ നമ്മളിവിടെ നിറവേറ്റാൻ വേണ്ടി പോവുകയാണ്. നമുക്ക് ഈ ഒരു പാറയിൽ അത് വെച്ചിട്ട് ചെയ്യാം, ഗ്യാസ് സ്റ്റവ് വെക്കാം. ഇല്ലെങ്കിൽ ആ ഭാഗത്തേക്കാണെങ്കിൽ നല്ല രീതിയിലുള്ള കാറ്റാണ് അടിക്കുന്നത്. അപ്പോൾ അത് നല്ല ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല, ഗ്യാസൊക്കെ എപ്പോഴും ഓഫായി പോകും. അതുകൊണ്ട് നമുക്ക് ഈ ഒരു മരത്തിൻ്റെ തണലിൽ നമുക്ക് കാപ്പിയിടാം.
അപ്പോൾ ഒന്ന് കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതുവരെയായിട്ട് എടുത്തിട്ടില്ല. ഇതേപോലത്തെ ഷോർട്സ് ഇട്ടിട്ട് വന്നില്ലെങ്കിൽ, ഇല്ലെങ്കിൽ പാൻറ് ടൈപ്പ് എന്തെങ്കിലും ഇട്ടിട്ട് വന്നില്ലെങ്കിൽ ഈ പുല്ലിൻ്റെ അകത്ത് കാല് ഉരഞ്ഞുരഞ്ഞ് കാലും മുറിയും. പിന്നെ കുളിക്കാൻ നേരത്തൊക്കെ വെള്ളം കൊള്ളുമ്പോഴത്തേക്കിനും അയ്യോ ഭയങ്കര നീറ്റലായിരിക്കും. വെള്ളം അതിൻ്റെ അകത്ത് എടുത്തിട്ടുണ്ട്. ഇത് വെക്കാനുള്ള പാൻ എടുത്തിട്ടുണ്ട്, അത് അടയ്ക്കാനുള്ള അടപ്പെടുത്തിട്ടുണ്ട്, പഞ്ചസാര എടുത്തിട്ടുണ്ട്, കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്, ഗ്ലാസ് എടുത്തിട്ടുണ്ട്, സ്പൂൺ. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം വെച്ചെടുത്ത് നല്ല രീതിയിൽ കാറ്റായിരുന്നു കേട്ടോ, സാധനം കെട്ടുകെട്ട് പോകുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ഒരു മരത്തിൻ്റെ തണലിൽ നമുക്ക് ഒന്നും കൂടി വെച്ച് നോക്കാം. ഗ്യാസ് കറക്റ്റ് ലെവലിൽ നിന്നില്ലെങ്കിൽ സാധനം ചിലപ്പോഴേ ചെരിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് നേരെ നിൽക്കാൻ അവന് അടിയിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് കൊടുക്കാം. ശേഷം വീണ്ടും ഓക്കെ. സോ അങ്ങനെ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കടുങ്കാപ്പി വെച്ച് തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഉദ്ഘാടനം ചെയ്യുവാണ്. പിന്നെ ഇത് കാറ്റടിച്ച് പോകാതിരുന്നാൽ മതിയായിരുന്നു. ചെറുതായിട്ടൊരു പിടുത്തമൊക്കെ കൊടുക്കാം. ഇങ്ങനെ ഒരു ഇത് കൊടുക്കാം. കാറ്റായതുകൊണ്ടേ റിസ്ക. കാറ്റിന് എതിരായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. ഇത് പിടിച്ചില്ലെങ്കിൽ ഈ സാധനം നേരെ തെന്നിപ്പോയി കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാമോ? ഈ ഒരു കുഴിയിലോട്ട് പോകും. അങ്ങ് താഴെ കുഴി അത്. അങ്ങനെ നമ്മുടെ വെള്ളം വെട്ടി തിളയ്ക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ്. ഇനി പോയിട്ട് ഗ്ലാസ്സിൽ കടുങ്കാപ്പിക്കുള്ള ബാക്കി സംഭവങ്ങളെല്ലാം നമുക്ക് പോയി സെറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളം തിളച്ചു, നമ്മൾ അടച്ചു വെച്ചു. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കിയേക്കാം. അപ്പോൾ നമ്മളെ കടുങ്കാപ്പിക്കുള്ള വെള്ളം തിളച്ചു. വെള്ളം എടുത്ത് ഇങ്ങോട്ടേക്ക് വെക്കാം. പെട്ടെന്ന് എടുത്തില്ലെങ്കിലേ കാറ്റടിക്കുന്നതുകൊണ്ടേ പെട്ടെന്നാണെങ്കിൽ തണുത്തു പോകും. അപ്പോൾ കാപ്പിപ്പൊടി എടുക്കുക. ഇനി പഞ്ചസാര ഇടുക. ഓക്കെ ഫൈൻ. ഇനി നമ്മൾ അടച്ചു വെക്കുക. നമ്മുടെ തിളച്ച വെള്ളം എടുത്ത് ഇതിലേക്ക് ഒഴിക്കുക. അങ്ങനെ നമ്മുടെ കടുങ്കാപ്പി റെഡി ആയിരിക്കുകയാണ് ഗൈസ്. വാവ്, ആഹാ, നല്ല സൂപ്പർ കടുങ്കാപ്പി. ഇനി കുടിച്ചും കൂടി നോക്കാം മധുരമൊക്കെ കറക്റ്റാണോ എന്ന്. സൂപ്പർ. അപ്പം അതിൻ്റെ കൂടെ നമ്മുടെ ബിസ്ക്കറ്റ് ഇങ്ങനെ പൊളിച്ച് ഒന്നും ഇവിടെ കളയുന്നില്ല കേട്ടോ. നമ്മൾ പോകുമ്പോഴത്തേക്കിന് കൊണ്ടുപോകും. ഇവിടെ ഒരു സാധനം ഇടത്തില്ല കേട്ടോ. നാളെ നമ്മളിട്ടിട്ട് പോവും. കഴിഞ്ഞ് വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ട് കാണുമ്പോഴത്തേക്കിന് അവരും അവരുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇട്ടിട്ട് പോകും. അതിലും പക്ഷേ ഒരാൾ ചെയ്യുന്നത് മാറിക്കഴിഞ്ഞാൽ അടുത്ത ആൾ വരുമ്പോഴത്തേക്കും അവിടെ വൃത്തിയായിട്ട് കിടക്കും. അപ്പോൾ ആരും ചെയ്യത്തില്ല എന്നാണ് പ്രതീക്ഷ. ഇപ്പം 3 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. കടുങ്കാപ്പി ഒഴിച്ചു. എൻ്റെ കൂടെ ഇതേ ബിസ്ക്കറ്റ്. വേറെ ഫീലാട്ടോ. നല്ല കാറ്റാട്ടോ. അയ്യോ, ഇനി മാറി നിന്നേക്കാം. അങ്ങനെ നമ്മൾ മല കയറി വന്ന് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കടുങ്കാപ്പി ഇട്ട് കുടിച്ചു. നമ്മുടെ ഗ്യാസ് സ്റ്റവ് അങ്ങനെ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇനി നല്ല നല്ല ഇങ്ങനത്തെ യാത്രകളായിട്ടുള്ള വീഡിയോസുകളെല്ലാം നമ്മുടെ ചാനലിൽ
അധികം വൈകാതെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഇനിയും കൂടെ സപ്പോർട്ട് തന്നെ നിൽക്കുക. ഇതേപോലത്തെ അടിപൊളി വീഡിയോസുകളായിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമാണ് പുതിയ വീഡിയോസുകൾ വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കത്തുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കമൻറ്റും കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വേഗം വരുന്നതുവരെ